ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പകലും പ്രാർത്ഥനയോടെ ദൈവവചനം കേൾക്കേണ്ടതിന് ദൈവപാദ പീഠത്തോടടുത്ത് വരുന്ന ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. ഈ രാവിലെയുള്ള ചെറിയ ചിന്തയ്ക്ക് വേണ്ടി 57 സങ്കീർത്തനം 8 വാക്യം വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 57:8. എൻ മനമേ ഉണരുക, വീണയും കിന്നരവുമായുള്ളവേ ഉണരുവീൻ, ഞാൻ അധികാലത്തെ ഉണരും. ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിൻ്റെ നന്മ പ്രാപിക്കേണ്ടതിന് ദൈവമായ കർത്താവ് നമ്മെ ബലപ്പെടുത്തുകയും ദൈവം നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ. 57 സങ്കീർത്തനം 8 വാക്യത്തിനകത്ത് പറയുന്നത്, എൻ്റെ മനസ്സേ ഉണരുക. ആമേൻ. നിശ്ചയമായിട്ടും പ്രിയരെ, നമുക്ക് നമ്മെ തന്നെ ഒന്ന് തട്ടി ഉണർത്തുവാൻ കഴിയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതമായി തീരട്ടെ. നാം മറ്റുള്ളവരോട് ഉണരുക, എഴുന്നേൽക്കുക, പ്രവർത്തിക്കുക എന്നൊക്കെ പറയും. എന്നാൽ ഈ വാക്യത്തിനകത്ത് സങ്കീർത്തനക്കാരൻ സ്വയം പറയുകയാണ്, എൻ്റെ മനസ്സേ നീയൊന്ന് ഉണരുക. നിശ്ചയമായിട്ടും നമ്മിൽ ഉറങ്ങിക്കിടക്കുന്ന ആത്മീക അനുഭവങ്ങൾ ഉണരുന്ന ദിവസങ്ങളായി തീരട്ടെ. ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ ദൈവാരാധന ഉറക്കത്തിലേക്ക് പോയെങ്കിൽ, തിരുവചന ധ്യാനം ഉറക്കത്തിൻ്റെ അനുഭവത്തിലോട്ട് പോയെങ്കിൽ, കൂട്ടായ്മ ഉറക്കത്തിലോട്ട് പോയെങ്കിൽ, ഉണരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തുന്ന പ്രഭാതമായി തീരട്ടെ. ആമേൻ. സ്വയം പറയുകയാണ് ഉണരുക. ഏത് സാഹചര്യത്തിലാണ് സങ്കീർത്തനക്കാരൻ സ്വയം പറയുന്നത് എൻ്റെ മനസ്സേ ഉണരുക എന്ന്? ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈ സങ്കീർത്തനത്തിലെ വാക്യങ്ങൾ മേളിലോട്ട് കയറി വായിക്കണം. 3 വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞാൽ, വിഴുങ്ങുവാൻ ഭാവിക്കുന്ന സാഹചര്യമാണ്, ചുറ്റുപാടാണ്. ഇല്ലാതാക്കി കളയുന്നതിന്, നശിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന, വിഴുങ്ങിക്കളയാൻ ശ്രമിക്കുന്ന ശക്തികൾ മുൻപിലുണ്ട്. ആ സാഹചര്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എൻ്റെ മനസ്സേ ഉണരുക. നിശ്ചയമായിട്ടും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ജീവിതത്തിലുണ്ടോ? ആ ഇടങ്ങളിൽ ഒരു ഉണർവിലേക്ക് വരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ. നിങ്ങൾക്കറിയാമോ, 57 സങ്കീർത്തനത്തിന്റെ 4 വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, എൻ്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിലിരിക്കുന്നു, അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളും നാവ് മൂർച്ചയുള്ള വാളുമായിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ. കുറെ അധികം പദങ്ങൾ ഈ വാക്യത്തിനകത്ത് പ്രതികൂലങ്ങളെ കാണിക്കേണ്ടതിന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സിംഹം പോലെ അലറിക്കൂവി വന്ന് കടിച്ച് തകർത്ത് കളയുന്ന പ്രശ്നങ്ങൾ, തീഷ്ണതയോടെ പ്രതികാര വാഞ്ചയോടെ നോക്കുന്ന അനുഭവങ്ങൾ. ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, എങ്ങനെയെങ്കിലും നശിപ്പിച്ച് കളയേണ്ടതിന് തക്കം പാർത്ത് മൃഗത്തെ പോലെ ഇരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിലാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് സ്വന്തം മനസ്സിനോട് പറയുകയാണ്, പതറരുത്, പിന്മാറരുത്, പ്രാർത്ഥന കുറയ്ക്കരുത്, കൂട്ടായ്മ കുറയ്ക്കരുത്, ഉണരുക എന്ന്. ഇന്ന് പ്രഭാതത്തിൽ
ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ അലട്ടുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ നമുക്ക് നമ്മോട് തന്നെ പറയാമോ, ഇത് ഉണരേണ്ട സമയമാണ്. ആത്മശക്തിയെ പ്രാപിച്ചെടുക്കേണ്ട മണിക്കൂറുകളാണ്. എൻ മനമേ ഉണരുക. എവിടെ? നാലുപാടും ശത്രു പ്രതിസന്ധികളും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഉയർത്തി വിടുമ്പോൾ, നിങ്ങൾക്കറിയാമോ, ആ സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, അവർ എൻ്റെ കാലടികൾക്ക് ഒരു വല വിരിച്ചു, എൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു, അവർ എൻ്റെ മുൻപിൽ ഒരു കുഴി കുഴിച്ചു. പ്രിയരെ, ഇന്ന് പ്രഭാതത്തിൽ വല വിരിച്ചു പിടിക്കേണ്ടതിന്, ആമേൻ, ശത്രു ശ്രമിക്കുന്നത് പോലെ ഏതെങ്കിലുമൊക്കെ വലയ്ക്കകത്ത് അകപ്പെടുത്താമെന്ന് കൊതിയോടെ കാത്തിരുന്ന രക്തദാഹിയായ പിശാച് നിങ്ങളുടെ മുൻപിലുണ്ടോ? ഉണരുക. ആ സാഹചര്യത്തിലാണ് പറയുന്നത്, എൻ്റെ മനസ്സേ ഉറങ്ങുക എന്നല്ല, ഉണരുക. വീണയും കിന്നരവുമായുള്ളവരെ ഉണരുവീൻ. വീണയും കിന്നരവുമൊക്കെ വാദ്യ ഉപകരണങ്ങളാണ്, പാട്ടുപാടുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന ഇൻസ്ട്രുമെന്റ്സുകളാണ്. അതിനകത്ത് പറയുകയാണ്, എന്നിൽ നിന്ന് ആരാധന ഉണരട്ടെ, ദൈവിക സ്തുതി ഉയരട്ടെ, പാട്ട് പുറത്തു വരട്ടെ. എപ്പോൾ? പ്രതിസന്ധികളുടെ നടുവിൽ ബദ്ധനായിരിക്കുമ്പോൾ, മുൻപിലേക്ക് പോകുവാൻ കഴിയാതെ വണ്ണം ക്ഷീണിച്ചിരിക്കുമ്പോൾ ഉണരണം, ഉണരണം. ഈ വാക്യം അതാ പറയുന്നത്. നിശ്ചയമായിട്ടും വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? സങ്കീർത്തനക്കാരൻ സ്വയം ഒരു ഉണർവിലേക്ക് വരേണ്ടതിന്, ആമേൻ, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, എൻ മനമേ ഉണരുക. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? 103-ാം സങ്കീർത്തനം, അതിൻ്റെ 1-ാം വാക്യത്തിനകത്ത് സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. 57-ാം സങ്കീർത്തനത്തിനകത്ത് എൻ്റെ മനസ്സെ ഉണരുക എന്നാണ് പറയുന്നതെങ്കിൽ, ഉണർന്ന സങ്കീർത്തനക്കാരൻ്റെ ആഗ്രഹം ഇതാണ്. 103-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിനകത്ത് പറയുന്നു, എൻ്റെ മനസ്സെ യഹോവയെ വാഴ്ത്തുക. ഉണർന്നിരുന്ന് മുൻപിലോട്ട് പോകാനല്ല, ദൈവാരാധനയിൽ പങ്കാളിയായി തീരേണ്ടതിന്. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? 116-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യം അതിനകത്ത് കിടപ്പുണ്ട്. 7-ാം വാക്യം, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. 3-ാമത്തെ ചിന്ത ഇതാണ്, എൻ്റെ മനസ്സെ സ്വസ്ഥമായിരിക്കുക. അസ്വസ്ഥപ്പെട്ട് ഉറങ്ങാൻ കഴിയാതെ നിരാശയോടെ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ നിങ്ങളോട് തന്നെ പറ, എൻ്റെ മനസ്സെ സ്വസ്ഥമായിരിക്കുക. നമുക്ക് നമ്മോട് പറയാൻ പറ്റുന്ന 3 കാര്യങ്ങളാണ് ഈ 3 സങ്കീർത്തനത്തിനകത്തുനിന്ന് ഞാൻ പറഞ്ഞത്. 1-ാമത്തെ കാര്യം, സങ്കീർത്തനക്കാരൻ സ്വയം പറയുന്നു, എൻ മനമേ ഉണരുക. 2-ാമത്തെ കാര്യം പറയുന്നു, എൻ മനമേ യഹോവയെ സ്തുതിക്കുക. 3-ാമത്തെ കാര്യം പറയുന്നു, എൻ മനമേ സ്വസ്ഥമായിരിക്കുക. ഇന്ന് വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന്, ദൈവികാത്ഭുതങ്ങൾ ജീവിതത്തിൽ നടക്കേണ്ടതിന് കർത്തൃകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? എത്ര വലിയ പ്രതിസന്ധികൾ ജീവിതത്തിന് നേരെ വന്നാലും വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ ദൈവകൃപയിൽ ഉറ്റിരുന്ന് പ്രാർത്ഥനയോടെ മുന്നേറുവാൻ ഓരോരുത്തരെയും ദൈവം ബലപ്പെടുത്തട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ. പൊന്നുകരങ്ങളിൽ വഹിക്കും ദൈവിക നന്മകളെ കൊടുക്കും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ,
ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.